15 ലക്ഷം കോടി രൂപയുടെ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ബാങ്കിംഗ് സംവിധാനം തന്നെ പ്രതിസന്ധിയിലാവുകയായിരുന്നു. സംസ്ഥാനത്തെ ബാങ്കുകളിൽ ഇപ്പോഴും 50% കറൻസിയുടെ കുറവുണ്ട്. പുതിയതായി പ്രിന്റ് ചെയ്ത 500-ന്റെ നോട്ടുകളും ആവശ്യത്തിന് ലഭ്യമല്ല. ഗ്രാമീണ മേഖലകളിലെ ATM-കൾ ഭൂരിഭാഗവും അടഞ്ഞുകിടക്കുന്നു. ഉള്ള ATM-കളിലാകട്ടെ 2000-ന്റെ നോട്ടുകളും. പ്രതിദിനം ATM-ൽ നിന്ന് 2500 രൂപ പിൻവലിക്കാമെന്ന ഇളവും ഇതോടെ പാലിക്കപ്പെടുന്നില്ലെന്ന് ചുരുക്കം. ആഴ്ചയിൽ 24,000 രൂപ ആവശ്യപ്പെടുമ്പോൾ ഇപ്പോഴും മിക്ക ബാങ്കുകളും കൈമലർത്തുകയാണ്. നോട്ടില്ലെന്നാണ് ബാങ്കുകളുടെ മറുപടി. പക്ഷേ ബാങ്കുകളിലെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് ആവശ്യത്തിന് 500-ന്റെയും 100-ന്റെയും ഒക്കെ നോട്ടുകൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം തുടരുകയാണ്. ബാങ്കിംഗ് നിയമങ്ങൾ അടിക്കടി മാറുന്നത് ബാങ്ക് ജീവനക്കാർക്കും ഇടപാടുകാർക്കും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും ചില്ലറയല്ല. സഹകരണ ബാങ്കിംഗ് മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ഡിസംബർ 30-ന് ശേഷം പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് ബാങ്കിംഗ് മേഖല. അഭിലാഷ് ഗോപിനാഥൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.